വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ്, മൈ യൂട്യൂബ് ചാനൽ. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വന്നിട്ട് എൻ്റെ ചേച്ചിയുടെ ദുബായിലുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ ചേച്ചിയുടെ മോൾ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പം അവിടെ ഒരു പൂച്ച, അവൻ അത് മെയിൽ ക്യാറ്റാണ്, ടോഫു എന്നാണ് അവൻ്റെ പേര്. ഭയങ്കര കുസൃതിയും വികൃതിയും. കണ്ടോ, അവന് ഒരു മൗസ് പോലൊരു ടോയ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എപ്പോഴും കളിയാണ്. അത് നമ്മൾ പതുക്കെ അങ്ങ് കൈകൊണ്ട് എടുക്കാൻ പോയാൽ അവൻ തരില്ല. അത് കെട്ടിപ്പിടിച്ചിട്ട് അതിനെ ചവിട്ടുകയോ അതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുകയോ ഭയങ്കര ഇഷ്ടമാണ് അവന് കളിക്കാനായിട്ട്. വികൃതി എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു വികൃതി പൂച്ചക്കുട്ടീനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അവരതിനെ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഫ്ലാറ്റിൽ ഭയങ്കര കുറുമ്പ. അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കും. ഇതിൻ്റെ സോഫയിൽ വന്നിട്ട് പൗച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി അതൊക്കെ തള്ളി താഴെ ഇട്ടിട്ട് അതിൽ അവന് മതി വരത്തില്ല. പിന്നെ താഴെ ഇറങ്ങി അതിനെ കടിച്ച് അങ്ങ് വലിച്ച് അത് ഭയങ്കര കളിയെന്ന് വെച്ചാൽ കൂടുതൽ സമയവും പുറത്തൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ഫ്ലാറ്റിൽ വിട്ടിട്ട് പോയാൽ തിരിച്ചു വരുമ്പോഴേക്കും ആ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാലേ അവന് മനസ്സിലായിട്ട് ഓടി വന്ന് നമ്മൾക്ക് വേണ്ടി അവന് ക്ഷമയോടെ കാത്തിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾക്ക് ഞാൻ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ കാണിച്ചു തരാം. ഇത് എൽവിവ് എന്ന് പറഞ്ഞ് ഉക്രൈൻ, നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഉക്രൈനിൻ്റെ വെസ്റ്റേൺ ഭാഗത്തുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് എപ്പോഴും ഈ സ്ട്രീറ്റിൽ നല്ല നല്ല പാട്ടുകാർ ഈ ഗിറ്റാറൊക്കെ വെച്ചിട്ട് പാടുന്നതും അത് നമ്മൾ പോയി നോക്കിയാൽ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത അത്രയ്ക്ക് നമുക്ക് പിന്നെയും അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്ന വിധത്തിൽ ഈ അവിടുത്തെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളും ഈ ആൾക്കാരും എപ്പോഴും ഉത്സാഹമായിട്ട് ഈ ആൾക്കാർ സ്ട്രീറ്റ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമുക്ക് കാണാം. നല്ല വൃത്തിയും വെടിപ്പും ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഉക്രൈൻ വന്നിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇത് വന്നിട്ട് അർമേനിയ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയം പോയപ്പോഴേക്കും എടുത്ത ഒരു കാഴ്ചയാണ്. ഇനി ഞാൻ മുമ്പ് ഈ ന്യൂ ഹാംഷെയർ എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് USA വാൾമാർട്ടിൽ ആണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് വന്നിട്ട് ന്യൂ ഹാംഷെയർ എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളും മനോഹരമായിട്ട് നമുക്ക് ഈ മലമ്പ്രദേശങ്ങളും മൗണ്ടൻ ഒരുപാട് ലേക്കുകളും ഫോറസ്റ്റ് ഏരിയാസും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ വില്ലാസും ഫാം ഹൗസും അതൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടും. അവിടെ പോയി താമസിച്ച് നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ചെന്ന് കാണാനും ആസ്വദിക്കാനൊക്കെ ഈ അവധിക്കാലത്ത് ഹോളിഡേ ടൈമിലൊക്കെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ മുമ്പ് പലതവണയായിട്ട് പോയപ്പോഴൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു ട്രാവൽ വീഡിയോ പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഇതിപ്പം നമ്മൾ ചെന്നൈയിലോട്ട് തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇത് ഈ കാണിക്കുന്ന പോലെ ചെന്നൈയിൽ നിന്ന് ഒരുപാട് ഹൈവേ, പല സ്ഥലങ്ങളിലും പോകുന്ന ഹൈവേ ഒരുപാട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഈ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാൽ നമുക്ക് ഒരു നോട്ടത്തിൽ പെട്ടെന്ന് ഈ കൊച്ചിയോ അങ്ങനത്തെ ഒരു സ്ഥലത്തിൽ കൂടെ പോവുകയാണെന്നേ തോന്നുകയുള്ളൂ. അപ്പോൾ പണ്ട് വന്നിട്ട് എല്ലാവരും പറയും ചെന്നൈ എന്ന് പറയുമ്പോൾ ചെടികളൊന്നും ഇല്ലാതെ ഒരുമാതിരി ഒരു മഴയൊക്കെ ഇല്ലാത്തൊരു പ്രദേശം പോലെ. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമല്ല. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം പോലും ഇവിടെ അടിപൊളി മഴയും കാര്യങ്ങളും ഒക്കെ, നല്ല പച്ചപ്പും നല്ല ചെടികളും പൂക്കളും ഒക്കെ. ഇപ്പോൾ സ്ഥലം അങ്ങ് മാറിപ്പോയി. അപ്പം ഇത് വന്നിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു റൈഡിന് ഈ അടയാർ സൈഡിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പം മോൾക്ക് SUV പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുമ്മാ അവൾക്ക് ഇങ്ങനെ ഒരു ട്രിപ്പായിട്ട് ഒരു ഓട്ടപ്രദർശനം പോലെ പോയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയി വരുന്നത്
നല്ല രസമാണ്. അപ്പോൾ ഈ ചുറ്റോട് ചുറ്റും നല്ല മരങ്ങളും മരത്തിൻ്റെ തണലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചെന്നൈയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത വിധത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഹൈവേയിലായാലും റോഡിലായാലും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല നല്ല ബിൽഡിങ്ങും, അതുപോലെ ചെന്നൈ കോർപ്പറേഷൻ പ്രത്യേകം ശ്രദ്ധയെടുക്കുന്നുണ്ട്. ഈ സിറ്റിയൊക്കെ വൃത്തിയാക്കി ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് കോർപ്പറേഷൻ്റെ അവിടെ അവർ വന്ന് ഗാർബേജ് കളക്ഷൻ ആയാലും ശരി. ഇപ്പോൾ ചെന്നൈ സിറ്റി തന്നെ ആകെപ്പാടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മെട്രോ റെയിൽ ഒരുപാട് ഇവിടെയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ യാത്രാ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.